നമ്മുടെ വിശ്വാസ ജീവിതം തന്നെ ഒരു ദൈവാന്വേഷണമാണ്. ഈ ദൈവാന്വേഷണത്തെയാണ് നമ്മൾ തീർത്ഥയാത്ര എന്ന് പറയുക. യാത്രയിൽ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അത് തീർത്ഥയാത്രയാകുന്നത്. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവായ യേശുവേ, എല്ലാവരും ചേർന്ന് കുറച്ചുകൂടെ സ്ഥലത്തിൽ, കർത്താവായ യേശുവേ, കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഏറെ ആഗ്രഹത്തോടെ വലിയ ഒരുക്കത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈശോയേ, 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 ജീവദായകമായ സൗഖ്യദായകമായ അവിടുത്തെ വചനം സമൃദ്ധമായി നൽകണമേ, ഏറെ സമൃദ്ധമായി നൽകണമേ. ഹല്ലേലൂയ. വലതുകര ഉയർത്തി പറ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ശ്രവിക്കുന്ന തിരുവചനങ്ങൾ വിശ്വാസപൂർവം സ്വീകരിക്കുവാനും അതിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കൃപ തരണമേ, അഭിഷേകം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഗ്ലോറിയ, ഹല്ലേലൂയ, ഗ്ലോറിയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി. സ്വരത്തിൽ സ്തുതിക്കട്ടെ, സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഗ്ലോറിയസ് ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, ദൈവജനത്തെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. വചനത്താലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. അവിടുത്തെ കൃപ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായി ഇവരിൽ അധിവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ സ്തോത്രം. കർത്താവേ, നിൻ്റെ കൃപയിൽ ഇവർ വിസ്തൃതരാകട്ടെ, അവിടുത്തെ കൃപയിൽ ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോമിശിഹായി ചേർക്കട്ടെ. ഈശോമിശിഹായി ചേർക്കട്ടെ എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, ഒരു ചെറിയൊരു സമൂഹമാണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ് പോലെ നമുക്കങ്ങ് പോകാം, അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണാം. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രത്തിലെ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. ഇത് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായും അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ പിതാക്കന്മാരുടെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്നുള്ളത് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായും അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്നു ചേർന്ന പത്രോസിനോടും മറ്റു അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ഹൃദയം നുറങ്ങി ചോദിച്ചെന്നാണ് പറയാം. ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറയുകയാണ്, ആത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, ഞങ്ങൾ പശ്ചാത്തപിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ
ജ്ഞാനസ്നാനം സ്വീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം. ഹല്ലേലൂയ. പലത് കടി കുറച്ച് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദിമസഭയുടെ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ യേശു ഏകരക്ഷകൻ എന്നല്ല. യേശു ഏകരക്ഷകൻ എന്നുള്ള പ്രസംഗമല്ല ആദ്യത്തേത്. ഇപ്പോൾ നിങ്ങൾ കേട്ട തിരുവചനമാണ് യേശു ആണ് ക്രിസ്തു. അതാണ് യേശു ആണ് ക്രിസ്തു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പത്രോസ് പറഞ്ഞത് നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ യേശു ആണ് ക്രിസ്തു എന്ന് സ്ഥാപിക്കുന്നതിനായിരുന്നു ആദിമസഭയുടെ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 35 മുതൽ തിരുവചനങ്ങളിൽ ആദ്യത്തെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞൊരു തലക്കെട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവ് ഇങ്ങനെ നടന്നു പോവുകയാണ്. യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്നാപകൻ പറയുകയാണ്, തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാവം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞത്. 29-ാമത്തെ തിരുവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്നാപകൻ യേശുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും 35-ാമത്തെ തിരുവചനത്തിലാണ് പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാവം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇങ്ങനെ പോകുന്നത്. യേശു ഇങ്ങനെ നടന്നു പോകും. യേശു നടന്നു പോകുമ്പോഴത്തേക്ക് തന്നെ ആരോ അനുഗമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തൻ്റെ പിറകെ ആരോ വരുന്നതായിട്ട്. അപ്പോൾ യേശു തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേര് നിൽപ്പുണ്ട്. അതൊന്ന് പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസാണ്, മറ്റൊന്ന് ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും അത് ഫിലിപ്പോസാണ്. അപ്പോൾ യേശു തിരിഞ്ഞു ചോദിക്കും, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഗുരു, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറയും, വന്ന് കാണുക എന്ന് പറയും. വന്ന് കാണുക. അപ്പോൾ അവരവനെ അനുഗമിക്കുന്നു. അവനോടൊപ്പം ഒരു ദിവസം അവിടെ ആയിരുന്നിട്ട് അവർ മടങ്ങി വരികയാണ്. അവർ മടങ്ങി വന്നിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി, അന്ത്രയോസ് വന്ന് തൻ്റെ സഹോദരനായ പത്രോസിനെ കണ്ടിട്ട്, ശിമോനെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു, മിശിഹായെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനുമ്പ് യോഹന്നാൻ പറയുന്നതാണ്, യേശു നടന്നുപോയി. യേശുവാണ് കടന്നുപോയത്, അല്ലേ? ആണോ? അങ്ങനെയല്ലേ സുവിശേഷം പറയുന്നത്? അപ്പോൾ യേശു കടന്നുപോയി, യേശുവാണ് തിരിഞ്ഞു പോയിക്കുന്നെല്ലാം യോഹന്നാൻ പറയാണ്. അപ്പോൾ അവനെ പോയി അവൻ്റെ കൂടെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പത്രോസ് പറയുന്നതാണ്, ഞങ്ങൾ മിശിഹായെ കണ്ടു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ഞങ്ങൾ യേശുവിനെ കണ്ടെന്നല്ല പറഞ്ഞത്, ആണോ? ഞങ്ങൾ യേശുവിനെ കണ്ടെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ മിശിഹായെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായവനെ കണ്ടു, ലോകത്തെ രക്ഷിച്ച് വീണ്ടെടുക്കാൻ വന്നവനെ കണ്ടു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ നമുക്ക് മംഗലവാർത്തയിലൂടെ മറിയത്തിൽ നിന്ന് കന്യകാജാതനാണ് യേശു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചോൽപത്തിക്ക് മുമ്പുള്ളവനാ. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? പിതാവേ, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണത്. പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അങ്ങയോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ അങ്ങ് എന്നെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ അങ്ങ് എന്നെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പുള്ളത് ആരാണ്? ക്രിസ്തു ആണ്, അല്ലേ? ആണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഇവനെന്ന് അന്ന് യഹൂദ പ്രമാണിമാരും ദേവാലയ അധികന്മാരും അവരുടെ ഉള്ളിൽ അവരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന തോറയുണ്ട്, ജൂയിഷ് തോറ, ന്യായപ്രമാണ ഗ്രന്ഥം ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വരാനിരിക്കുന്ന മിശിഹായാണ് അവരോടൊപ്പം അവരുടെ ചുറ്റുപാടുകളിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന നസ്രത്തുകാരനെന്ന് വിശ്വസിക്കാനായിരുന്നു അവർക്ക് ബുദ്ധിമുട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പത്രോസ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലത് കൈ ഉയർത്തി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് തന്നെയാണ് ഈ അപ്പോസ്തലന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞതാണ്. അപ്പോസ്തലന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അപ്പോസ്തലിക ദൗത്യമാണ് ഉള്ളത്. നമ്മുടെ സഭ, അല്ലേ? സഭയെ നമ്മളെന്താ പറഞ്ഞത്? ശ്ലൈഹിക സഭ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ശ്ലൈഹിക സഭ. ശ്ലൈഹിക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അയക്കപ്പെട്ടവരുടെ സഭ, അപ്പോസ്തലന്മാരുടെ അയക്കപ്പെട്ടവരെന്ന് പറയാൻ അപ്പോസ്തലന്മാർ, അയക്കപ്പെട്ടവരുടെ സഭ. നമ്മൾ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ്, അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവായിട്ട് ഞാനൊരു ബന്ധത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു സന്തോഷം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. യേശുവുമായിട്ട് ഞാൻ ബന്ധത്തിലാണ്, യേശുവുമായിട്ട് ഞാനൊരു ഫ്രണ്ട്ഷിപ്പിലാണ്. അങ്ങനെയുള്ള ആ ഒരു അനുഭവത്തെക്കാൾ വിലപ്പെട്ടതായി മറ്റൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല, മറ്റൊന്നില്ല. നമ്മളെപ്പോഴും എക്സൈറ്റഡ് ആക്കേണ്ടത്, നമ്മൾ ലോകാത്ഭുതങ്ങൾ, ലോകത്തിലുള്ള ഭൗതികമായിട്ട് നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അതായിരിക്കരുത്. നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് ദൈവം നമ്മളിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, ഓരോ നിമിഷവും ദൈവം നമ്മളിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, ദൈവത്തോട് നമ്മൾ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്, നമുക്ക് ദൈവം എങ്ങനെയാണ് നമ്മളെ വഴിനടത്തിക്കൊണ്ട് പോകുന്നത്, ഇത്രമേൽ പാപികളായിരുന്നിട്ടും നമ്മളെ ഇത്ര അനുഗ്രഹപ്രദമായിട്ട് വഴി നടത്തിക്കൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ നമ്മളിലുള്ള ഓരോ ഇടപെടലുകളുമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് നൽകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ നല്ല നിജസ്ഥിതിയോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൈവച്ചുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തിനെങ്കിലും നമ്മുടെ ജീവിതത്തെ ദൈവവചനവുമായിട്ടൊന്ന് മുട്ടിച്ചു നോക്കിയാൽ നമുക്ക് അർഹതയുള്ളതാണോ? പറ, അർഹതയുള്ളതാണോ? നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും നമുക്ക് അർഹതയുള്ളതാണോ? അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പോലും നമുക്ക് അർഹതയില്ലാത്തത് സൗജന്യദാനമായി തന്ന ആ ദൈവിക ഇടപെടലല്ലേ മറ്റെല്ലാറ്റിലും ഉപരി നമ്മളെ എക്സൈറ്റഡ് ആക്കേണ്ടുന്നത്? അല്ലേ? അല്ലേ? ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിയാണ് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. പോരാ, കുറച്ചുകൂടെ സ്വരത്തിൽ. യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലുമാണ് നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാം. പീലിപ്പോസിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നീ എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ഗാസായിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള വഴിയിൽ എത്തിച്ചേരുക. ശ്രദ്ധിച്ചേക്കണേ. നീ എഴുന്നേറ്റ് പറ, തെക്കോട്ട് നടന്ന് ഗാസായിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള വഴിയിൽ എത്തിച്ചേരുക. ആര് പറഞ്ഞതാ? ദൈവത്തിൻ്റെ ആത്മാവ്. പറ, ആരാ പറഞ്ഞേ? ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനാണ് പറഞ്ഞത്, അല്ലേ? നിങ്ങളോട് ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അവിടെ ആ പ്രശ്നം. നിങ്ങളോട് ദൈവം സംസാരിക്കത്തില്ലേ? പറ സഹോദര, ചേട്ടാ, പറ ചേട്ടാ. ചേട്ടനോട് ദൈവം സംസാരിക്കണ്ടേ? സംസാരിക്കണ്ടേ? ഞാൻ നിങ്ങളുടെ കാര്യം ചെയ്യട്ടെ. സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണ്. നിങ്ങളിവിടെ വരുന്നവർ മാത്രമല്ല, നിങ്ങൾ ധാരാളം ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരുമാണ്. നിങ്ങൾ ഇപ്പോഴും ബൈബിൾ വായിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ദൈവം എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ അങ്ങോട്ട് പറയുക, നമ്മുടെ സങ്കടങ്ങളെ പറയുക, നമ്മുടെ വിഷമതകളെ പറയുക, നമ്മുടെ സംരക്ഷിക്കണമേ എന്ന് പറയുക, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളെ അനുഗ്രഹിക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കണം, എന്നെ സംരക്ഷിക്കണം, എന്നെ കരുതിക്കൊള്ളണം, എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കിക്കൊള്ളണം, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ദൈവത്തെ, എന്നെങ്കിലും എനിക്ക് ഈ ദൈവത്തെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ ഏരിയയിൽ കാഷ്വാലിറ്റിയിൽ എങ്കും ആർക്കും ഒരു ചലനവുമില്ല. അവിടുന്ന് ഒരു സഹോദരൻ പറഞ്ഞു, ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദൈവത്തെ, ഞാനീ ദൈവം എന്ന് പറയുന്ന ആള്, ഞാൻ ഈ പള്ളിയിൽ പേര് വിളിക്കുന്നത്, ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വായിക്കുന്നത്, അല്ലെ ഞാൻ ഇത്രയും നാൾ കേട്ടിട്ടുള്ളത്, അല്ലെ ഞാൻ ഈ നാവിൽ സ്വീകരിക്കുന്നത്, ഇത് എനിക്കൊന്ന് കാണണ്ടേ, എനിക്കൊന്ന് അറിയണ്ടേ? അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നതാണ്, നമ്മുടെ ജീവിതം തന്നെ ഒരു ദൈവാന്വേഷണമാണെന്ന് പറയുന്നത്.
നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഒരു ദൈവാന്വേഷണമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ആ അന്വേഷണ ത്വരയിൽ തന്നെ നമ്മൾ വ്യാപരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മുടെ ശരീരം ഈ ലോകത്തിന് ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്ന സമയത്ത് പോലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഒരു മൺതരിയോളം വെട്ടമായിരിക്കും. മതി, അത് മാത്രം മതി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും പ്രകാശിപ്പിക്കാൻ. ആ വെളിച്ചം ധാരാളം മതിയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നിട്ട് ഗാസയിൽ നിന്ന് തെക്കോട്ട് ജെറുസലേമിലെ വഴി എത്തിച്ചേരുക. അവൻ എത്തിച്ചേർന്നു. അപ്പോൾ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് ഈജിപ്തിലെ കന്താക്കൈ എന്ന് പറയുന്ന രാജ്ഞിയുടെ ധനകാര്യമന്ത്രി അവിടുന്ന് ഒരു രഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വേദപുസ്തകത്തിൻ്റെ ചുരുള് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതിനകത്തിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ ചുരുളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഴയ നിയമം. ചുരുളെന്ന് പറഞ്ഞാൽ പപ്പീറസ് എന്ന് പറയുന്നതിലാണ് ആദ്യം ഇത് എഴുതപ്പെട്ടത്. ഇനി പപ്പീറസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് നൈൽ നദിയുടെ തീരത്ത് വളരുന്ന ഞാങ്ങണച്ചെടികൾ വെട്ടിയെടുത്ത് അത് നിലത്തിട്ട് ഉണക്കി അത് കീറിയെടുത്തിട്ട് അത് പരസ്പരം ഒരു പ്രത്യേക പശ തേച്ച് അത് ഒട്ടിച്ചിട്ട് അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അവരിങ്ങനെ എഴുതി തുടങ്ങുന്നത്. അതിൻ്റെ ഒരു പുറത്ത് മാത്രമേ അത് എഴുതാറുള്ളൂ. അങ്ങനെയുള്ള സാധനം ചേർത്ത് വെച്ചിട്ടാണ് ആദ്യം അതിൽ എഴുതി തുടങ്ങിയത്. അപ്പോൾ അതാണ് നമ്മൾ ചുരുളുകൾ എന്ന് പറയുന്നത്. ചുരുൾ. അപ്പോൾ ഒരു ചുരുളിൽ ഇത്ര അധ്യായങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നിർബന്ധമാണ്. നമ്മൾ സാമൂൽ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായമില്ലേ? 2 പുസ്തകങ്ങളില്ലേ? ബൈബിൾ വായിക്കത്തില്ലേ? സാമൂൽ പ്രവാചകന്റെ 2 പുസ്തകമുണ്ടോ? രാജാക്കന്മാരുടെ 2 പുസ്തകമുണ്ടോ? ഉണ്ടോ? ദിനവൃത്താന്തം 2 പുസ്തകമുണ്ടോ? അപ്പോൾ ഈ 2 പുസ്തകമൊക്കെ വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ചുരുളിൽ കൊള്ളാതെ അധികം വരുന്നവന് മറ്റൊരു ചുരുളിൽ രേഖപ്പെടുത്തും. അതിനെയാണ് ഈ 2 പുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇവന് ഈ വേദപുസ്തകത്തിൻ്റെ ചുരുൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ ബൈബിളിലാണെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ്? ഈ എത്യോപ്യ രാജ്ഞിയുടെ എത്യോപ്യക്കാരനായ ഷണ്ണൻ എന്ന് പറയുന്നവൻ. അവനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? കൊല്ലാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന നാട്ടിൻകുട്ടിയെ പോലെയും അവൻ മൗനം പാലിച്ചു എന്നുള്ള തിരുവചന ഭാഗമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറയാണ്, രഥത്തിനോട് ചേർന്ന് നടക്കുക. രഥത്തിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും രഥം ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ പോയാലും ഒരു മനുഷ്യന് നടന്നെത്താൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അവരിലാണ്. അപ്പോൾ ഇവൻ എത്രത്തോളം സ്പീഡിലായിരിക്കും നടക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വായിച്ചിട്ട് അവൻ തന്നെ ചോദിക്കുകയാണ്, ഇതിവൻ ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഇവനെക്കുറിച്ചാണോ ഇത് മറ്റു വല്ലവരെ കുറിച്ചുമാണോ? അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കും, വായിക്കുന്നവനൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറയും, മനസ്സിലാക്കി തരാൻ, വ്യാഖ്യാനിച്ച് തരാൻ ഒരാളില്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അവൻ തന്നെ പറയും, ഫിലിപ്പോസിനോട് പറയും, രഥത്തിൽ കയറിയിരിക്കുക. ഫിലിപ്പോസ് അവനോടൊപ്പം രഥത്തിൽ കയറിയിരിക്കും. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ വേദപുസ്തകത്തിൻ്റെ ചുരുളുകൾ ഇങ്ങോട്ട് വാങ്ങും. ചുരുളുകൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അതങ്ങോട്ട് വായിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യായിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്ത വരാനിരിക്കുന്ന രക്ഷകനായ മിശിഹായ പ്രവാചകനെ കുറിച്ചുള്ള ഏറ്റവും വലിയ മഹാപ്രവാചകനെ കുറിച്ചുള്ള ഈ അരുളപ്പാട് ഇവൻ അങ്ങോട്ട് വായിക്കുന്നു. 53-ാമത്തെ അധ്യായം യെശയ്യായുടെ തിരുവചന ആ പുസ്തകം വായിച്ചിട്ട് അത് നസറത്തിലെ യേശുവിൽ നിറവേറി ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞാട്, മൂകമായി നിന്ന കുഞ്ഞാട്, അത് നസറത്തിലെ യേശുവാണ് എന്നിവൻ അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. ആരാണ്? ഫിലിപ്പോസ്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരുന്നവൻ ഇത് കേട്ടു. അവൻ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവനത് മനസ്സിലായില്ല. എന്നാൽ മനസ്സിലാക്കി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് അയച്ച ഒരുത്തൻ വന്ന് ആ വചനങ്ങളുടെ പൊരുൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇവനെ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചു. ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ സുവിശേഷം പ്രസംഗിച്ചാലും, സുവിശേഷം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിംഗ് പവർ. അതാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തി അതിലുണ്ട്. അതാണ് ദ ഹിഡൻ എനർജി ഓഫ് ഗോസ്പൽ. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്? ദ ഹിഡൻ എനർജി ഓഫ് ഗോസ്പൽ. We can't see the hidden energy of gospel in our days എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ആദിമസഭയിൽ ഉണ്ടായിരുന്നത് പോലെ സുവിശേഷത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ആ ഒരു ശക്തി ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ കാണാനില്ല എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഫിലിപ്പോസിൽ അതുണ്ടായിരുന്നു, ഇല്ലേ? ഫിലിപ്പോസിൽ അതിലുണ്ടായിരുന്നു. ഫിലിപ്പോസ് ഈ തിരുവചന ഭാഗം അവന് വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വചനത്തിൻ്റെ തുടിപ്പുണ്ടായി. വചനത്തിൻ്റെ എന്താ നിങ്ങളങ്ങനെ അനങ്ങാതിരിക്കുന്നത്?
ഞാൻ ഇതിനാണ് അപ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ കൊല്ലത്ത് കിടന്നവൻ അവിടുന്ന് യാത്ര ചെയ്ത് എനിക്ക് എറണാകുളത്ത് പ്രോഗ്രാം ഇടുന്ന അവിടുന്ന് കൊച്ചുകുളപ്പാൻ കാലത്ത് എഴുന്നേറ്റ് അവിടുന്ന് ഈ മഴയത്തെല്ലാം ഓടിപ്പിടിച്ച് ഇവിടെ വന്നത് നിന്നു വേണ്ടിയാണ്. നല്ല ഉഷാറായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ദൈവവചനം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ തിരുവചനത്തിൻ്റെ അങ്ങോട്ട് തുടിപ്പുണ്ടായി. തിരുവചനത്തിൻ്റെ തുടിപ്പുണ്ടായി. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ എമ്മാവുസിലൊക്കെ ശിഷ്യന്മാർ അവസാനം പരസ്പരം കർത്താവ് അവർക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ പരസ്പരം പറയുന്നത്, അവൻ നമ്മളോട് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചിട്ടാവുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ചോദിച്ചാ എത്ര തവണ വായിക്കുന്നുണ്ട്? 4-5 ആവർത്തിയൊക്കെ ബൈബിൾ വായിച്ചില്ലേ? പറയടേ, 4-5 ആവർത്തിയൊക്കെ ബൈബിൾ വായിച്ചില്ലേ? ഒരിക്കലെങ്കിലും ജ്വലിച്ചോടാ. ഇവിടെ ജ്വലനം വല്ലതും ഉണ്ടായോ? ഇല്ല. അപ്പൊ സംഭവം എന്താണെന്ന് അറിയാമോ? ഇത് മംഗളവും മനോരമയും വായിക്കുന്നത് നിങ്ങൾ ഈ വേദപുസ്തകത്തിന്റെ താളുകളിൽ നിങ്ങൾ വായിച്ചു വിടുന്ന അക്ഷരങ്ങളില്ലേ, ആ അക്ഷരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്തെ പ്രതി തുടിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയമുണ്ട്. അവിടെ ആണ് യേശുവിൻ്റെ ഹൃദയം. നിങ്ങൾ ഈ വായിച്ചു വിടുന്ന ബൈബിളിന്റെ താളുകളിൽ അക്ഷരത്തിന്റെ പിറകിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി തുടിക്കുന്ന ക്രിസ്തുവിന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് കാണാൻ അനുഭവിക്കാനും കഴിയുന്നില്ലെങ്കിൽ ആർക്കും വായിച്ചുകൂടാ. നിങ്ങൾ പാഠ്യവിഷയങ്ങൾ വായിക്കുന്നത് പോലെ, മറ്റ് സാമൂഹ്യമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ് ബിയോണ്ട് ദാറ്റ് ഉണ്ടോ? പറ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലത് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരുകരങ്ങൾ ഉയർത്തിയേ ഇന്ന് കർത്താവിനെ സ്വതന്ത്രമായിട്ട് സുരിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ല സ്വരത്തിൽ സുരിച്ചേ. ഗ്ലോറിയസ് ലോർഡ്. ആമേൻ. കർത്താവേ സ്തോത്രം. ദൈവമേ അധരങ്ങൾ തുറക്കട്ടെ, ദൈവമേ ഹൃദയങ്ങൾ തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. അത്ഭുത കൃപകൾ വർഷിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങി വരട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിൻ്റെ അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനാഭിഷേകം നൽകണമേ കർത്താവേ. വചനത്താൽ സ്വാധീനിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ സുരിച്ച് പോരാ കുറച്ചുകൂടെ സ്വരത്തിൽ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ഇത്രയും പേരോട്, എനിക്കൊരു 10,000 പേരോടും പ്രസംഗിക്കണമെങ്കിൽ മൈക്ക് വേണ്ട കേട്ടോ. അങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കെടുക്കുന്ന ശബ്ദം പോലെ നിങ്ങൾക്ക് ഇത്ര ആളുകളില്ല. കണ്ണുകൾ അടച്ച് കരങ്ങൾ രണ്ടു ചേർത്ത് ഏറ്റവും വലിയ ശബ്ദത്തിൽ ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയ ഈ ഈജിപ്റ്റ് രാജ്ഞിയുടെ എത്യോപ്യക്കാരനായ ധനകാര്യമന്ത്രി രഥം നിയന്ത്രിച്ചു കൊണ്ടിരുന്നവൻ്റെ അടുക്ക പറയുകയാണ്, രഥം നിർത്തുക, സ്റ്റോപ്പ്. കാരണം എന്താണ്? അവിടെ ഒരു ജലാശയം കണ്ടു. അവൻ രഥത്തിൽ നിന്ന് ഓടിച്ചാടി ഇറങ്ങിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഫിലിപ്പോസിനോട് പറയുകയാണ്, മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ എന്നെ സ്നാനപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സ്നാനപ്പെടുത്തിയാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യേശുവിനെ നാഥനും കർത്താവിൻ്റെ രക്ഷിതാവുമായി വിശ്വസിച്ച് സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ സഭയുടെ അടയാളമായിട്ടുള്ള മാമോദീസായിലേക്ക് എന്നെ കടത്തിക്കൊണ്ടുവരണം. എനിക്ക് സഭയുടെ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായി മാറണം. യേശുവാകുന്ന ആ ശരീരത്തിൻ്റെ ഒരു അവയവമായി എനിക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ഉടനെ ഫിലിപ്പോസ് ഇറങ്ങി അവിടെ ചെന്നിട്ട് അവനെ സ്നാനപ്പെടുത്തുകയാണ്. ബാക്കി തിരുവചനം പറഞ്ഞത് അവനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് സംവഹിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. പിന്നെ അവനെ കണ്ടില്ല. പിന്നെ ഫിലിപ്പോസിനെ കാണുന്നത് അസേത്തൂസ് എന്ന് പറയുന്ന എന്നെ സഹായിച്ചു. ഹല്ലേലൂയാ. വലത് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങൾ തിരുവനന്തപുരത്ത് കൂടിക്കൊണ്ടിരുന്ന ഈ ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലുള്ള തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തോട്ട് പോകുന്ന മെഡിക്കൽ കോളേജിൻ്റെ പാരലൽ റോഡിൽ PT ചാക്കോ നഗറിലുള്ള നമ്മുടെ ലൂർദ് മാതാ ക്യാൻസർ കെയർ സെൻ്ററിലെ ചാപ്പലിലാണ് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ.
അവരെല്ലാവരും ഇപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും എന്നെ വിളിക്കും. അപ്പോൾ അവരും അങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു ദിവസം ഒരാളോടെങ്കിലും നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ല. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമില്ല. നിങ്ങൾ എല്ലാ ദിവസവും വന്ന് ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന ശക്തി എന്തിനു വേണ്ടിയാണ്? ആ ദിവ്യകാരുണ്യത്തിൽ ലീനമായിരിക്കുന്ന കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനല്ലേ? അല്ലേ? ആണോ? കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറഞ്ഞതാണ്, we are ruled by the love of Christ. മലയാളത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ. നമ്മുടെ പുതിയ നിയമത്തിലെ കൽപ്പന എന്താണ്? എന്താ പറഞ്ഞ എല്ലാവരും പറഞ്ഞേ. ആണോ? ആണല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, അല്ലേ? എല്ലാവരെയും സ്നേഹിക്കാന്നല്ലേ പറയുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത തിരുവചനം എന്താ? നിങ്ങൾ തമ്മിലുള്ള ഈ പരസ്പര സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം അറിയുന്നതിനുള്ള അടയാളം. അല്ല, കഴുത്തിലെ കുരിശല്ല, കയ്യിലിരിക്കുന്ന വേദപുസ്തകമല്ല. നിങ്ങൾ തമ്മിലുള്ള പരസ്നേഹമായിരിക്കണം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളതിൻ്റെ അടയാളം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. അപ്പോസ്തലന്മാരും എന്ന നടപടി പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ കാണാം, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്? ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കർത്താവിൻ്റെ ശിഷ്യത്വം അല്ലേ? അപ്പോൾ ആ ശിഷ്യന്മാരായ നമ്മൾ പരസ്പരമുള്ള തമ്മിലുള്ള സ്നേഹമാണ് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാനുള്ള ഏക അടയാളമായിട്ട് യേശു തമ്പുരാൻ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മാനുഷിക ബന്ധങ്ങളും, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, അല്ലേ? നമുക്ക് ഇതൊക്കെയുള്ള മാനുഷിക ബന്ധങ്ങളെന്ന് പറയും. കൈയൊന്ന് അഴിച്ചിട്. അപ്പോൾ നമ്മുടെ ഈ ബന്ധങ്ങളിലുള്ള പരസ്പര സ്നേഹങ്ങളെല്ലാം ഓരോ ദിവസവും കഴിയുമ്പോൾ അത് വീര്യം കുറഞ്ഞു വരികയല്ലേ? അല്ലേ? പറഞ്ഞാട്ടെ, പറമോളെ, അല്ലേ? പറയടി, ഇത് സ്വന്തമായിട്ട് പറ, അല്ലേ? അതെ. കാനായിലെ കല്യാണം എല്ലാവർക്കും അറിയാമല്ലോ. അറിയോടെ? എല്ലാവർക്കും അറിയാമല്ലോ. അറിയാം. എങ്കിലേ അവിടെ ഈ കല്യാണവും ഈ വീഞ്ഞും ഈ വീഞ്ഞ് പച്ചവെള്ളം വീഞ്ഞാക്കിയതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യഹൂദരുടെ ജീവിതക്രമം അറിയാവുന്നവർക്കറിയാം, അവിടെ അതല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം യഹൂദരുടെ കല്യാണത്തിൽ ഒരിക്കലും ഭക്ഷണം തീർന്നു പോകത്തില്ല, ഒരിക്കലും വീഞ്ഞ് തീർന്നു പോകത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? അവരുടെ കല്യാണം വിളിക്കുന്നത്, നമ്മളൊക്കെ ഒരു പ്രാവശ്യമല്ലേ വിളിക്കുന്നുള്ളൂ, അവർ കല്യാണം വിളിക്കുന്നത് 3 പ്രാവശ്യമാണ്. വിളിക്കുന്നത് എത്ര പ്രാവശ്യമാണ്? ആദ്യം വിളിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ഒരു വിളിയുണ്ട്. ഇവർക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു വിളിയുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ചൊരു കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ ശേഷം 3rd റൗണ്ട്, 3ാമത്തെ റൗണ്ടിലൊരു വിളിയുണ്ട്, ഉറപ്പിക്കുന്ന വിളി. അതായത് വരും എന്ന് 100% ഉറപ്പുള്ളവർക്ക് മാത്രം വരികയാണ്. അപ്പോൾ വരും എന്ന് ഉറപ്പുള്ളവർ അറിയാം. അപ്പോൾ അവർക്കും ഇച്ചിരൂടെ അധികം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ, അത്ര. അങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇത് കുറഞ്ഞു പോവുമോ? കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? മറുപടി എന്തെങ്കിലും ഒന്ന് പറ.
നോർമലി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണല്ലോ, അന്നേരമാണല്ലോ മാതാവ് പറയുന്നത്, അല്ലേ? മാതാവ് പറഞ്ഞല്ലേ ഇത് കർത്താവ് ചെയ്യുന്നത്. മാതാവ് ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്? ഡു വാട്ട് എവർ ഹി ടെൽസ് ടു യു. മോനോട് ഈ കാര്യം പറഞ്ഞിട്ട്, അവിടുത്തെ അവസ്ഥ പറഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചാണ് മാതാവിൻ്റെ ഹൃദയ വേദനയുടെ ഏറ്റവും ഉണ്ടല്ലോ ആ ക്ഷേതാർത്ഥമായ ഒരു ഘാടകം അവിടെ ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ പൊന്നുമകനെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് ഇതാ ബലിക്കല്ലിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു മാതാവിനെ നിങ്ങളാരെങ്കിലും കാനായിലെ കല്യാണത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അതാണ് പറയുന്നത്, ദ മെസ്സേജ് ബിഹൈൻഡ് ദ വേഴ്സസ്. വചനത്തിൻ്റെ പിന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൈവികമായ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ വീര്യം കൂടിയ വീഞ്ഞിനെ വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കലർപ്പില്ലാത്ത ക്രിസ്തുവിൻ്റെ മാത്രം ശുദ്ധ സ്നേഹം, കലർപ്പില്ലാത്ത, സമാനതകളില്ലാത്ത, പകരം വെക്കാനില്ലാത്ത, യൂണിക്. ഇറ്റ് cannot be substituted, it cannot be exchanged. അതായത് പകരം വെക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത, അനന്യമായ ക്രിസ്തുവിൻ്റെ ശുദ്ധ സ്നേഹമാണ് കാനായിലെ ആ വീഞ്ഞെന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാചക പ്രമാണി തന്നെ പറയുന്നത് എന്താണ്? മേൽത്തരം വീഞ്ഞെന്നാ പറഞ്ഞത്, അല്ലേ? ആണോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ കലർപ്പില്ലാത്ത, സമാനതകളില്ലാത്ത, അനന്യമായ ആ സ്നേഹമാകുന്ന മേൽത്തരം വീഞ്ഞ് ഇരിക്കും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ഓരോ ദിവസവും കഴിയും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? നമ്മുടെ സ്നേഹം ഓരോ ദിവസം കഴിയും തോറും ശോഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ആണോ? അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ രുചിഭേദങ്ങൾ നമുക്കിനിയും നുണയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകം വളർന്നില്ലേ? സയൻസ് വളർന്നില്ലേ? ഇല്ലേ? ആണോ? എല്ലാവരും വളരുക. മനുഷ്യൻ വളരുന്നോ? ഇല്ല. മനുഷ്യത്വം വളരുന്നോ? മനുഷ്യൻ ആത്മാവിനെ കുറിച്ച് ബോധമുള്ളവനാകുന്നോ? പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകുന്നില്ല എങ്കിൽ, ആത്മാവിനെ കുറിച്ച് ചിന്തയില്ലാത്ത, ആത്മാവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാത്ത വ്യക്തികളെയാണ് വേദപുസ്തകം ജഡപ്രകൃതം എന്ന് പറയുന്നത്, ജഡികർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ടേഷ്യറ്റ് പറഞ്ഞിട്ടുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന നമുക്ക് ആ പഞ്ചേന്ദ്രിയങ്ങളുടെ തൃപ്തി, അതിൻ്റേതായിട്ടുള്ള സുഖഭോഗ അവസ്ഥ, അവകളെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ ലോകത്തേക്കാൾ വിലയുള്ള സ്വർഗം പോലും അസൂയയോടെ, സ്വർഗവാസികൾ പോലും അസൂയയോടെ നോക്കിക്കാണുന്ന വിധത്തിൽ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അവഗണിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിസ്മൃതിയിലാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം, ഒരു ദൂത് നിങ്ങളോട് ഞാൻ പറയാം. ഒരു പ്രവചനം പോലെ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കാനൊന്ന് ട്രൈ ചെയ്യണം എന്നാണോ പറഞ്ഞത്? ആണോ? അതുപോലെ തന്നെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞത്?
ആണോ പ്രിയപ്പെട്ടവരെ? ഇത്രയും കാലം നമുക്ക് അതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് ഉതിർന്ന എനിക്ക് നിത്യ സൗഭാഗ്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആ കൽപ്പനയെ എനിക്ക് അനുസരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് മനം നുറുങ്ങി ചങ്ക് കലങ്ങി ആദ്യത്തെ പ്രസംഗം, പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയം നുറുങ്ങി ചൊരിച്ചില്ലേ? സഹോദരന്മാരെ, ഞങ്ങൾ എന്തു വേണം? അതുപോലെ നിങ്ങൾ ചോദിക്കണം, സഹോദരൻ, ഞങ്ങൾ എന്തു വേണം? എൻ്റെ ക്രിസ്തു എന്നെ സ്നേഹിച്ച പോലെ എനിക്ക് എന്നെ സ്നേഹിക്കുക, എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച പോലെ എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം, ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതായിരിക്കണം. 1, 2, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും, നമുക്ക് ആർക്കും ഇപ്പോഴും സാധിക്കുന്നില്ല, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്കൊരു പാപം ചെയ്യാതെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ. പാപം ചെയ്യാതെ ജീവിക്കണം 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 എന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എത്ര മനഃപൂർവ്വം പരിശ്രമിച്ചിട്ടും എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നമ്മുടെ ചങ്ക് കലങ്ങി നമ്മൾ കരയണം സഹോദരങ്ങളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ, സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സത്യത്തിൽ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ ജീവിതാന്തരീക്ഷങ്ങളെയും ഒക്കെ നമ്മളത് നോക്കിക്കണ്ടാൽ ദൈവത്തിനല്ലാതെ ആർക്കെങ്കിലും സ്ഥായിയായി ശാശ്വതമായി നമ്മളെ സഹായിക്കാൻ പറ്റുമോ? പറ്റുമോ ചേട്ടാ? പറ്റുമോ? ദൈവവചനം അനുസരിക്കണം. ഞാൻ മുമ്പ് ഒരിക്കൽ, നിങ്ങൾക്ക് കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഈ SB കോളേജിലെ ധ്യാനം ഞാൻ നടത്തിയിട്ടുണ്ട്. SB കോളേജിലെ ധ്യാനം ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ SB കോളേജിൽ ഒരു ചങ്ങനാശ്ശേരിയിലെ ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ട് കാണുമല്ലോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാ ഞായറാഴ്ചയിലുമാണ് രാവിലെ. അപ്പോൾ കുറേ ആഴ്ചകളിൽ ഞാൻ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10, 50, 70 വെച്ചുള്ള ചേട്ടന്മാർ വരും അവിടെ, നിങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ഉള്ളവർ. വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകം ഉണ്ടാവും, എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകം ഉണ്ട്. അപ്പോൾ വലിയ സന്തോഷം. അതിൽ ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ സുവിശേഷം പറയാൻ പോകുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ ഞാൻ അന്ന് കൊല്ലത്തിന് വരുക, ഞാൻ ബസ്സിൽ യാത്ര ചെയ്ത് വരുക, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഈശോയെ ഇന്ന് ആ സഹോദരന്മാരോട് എന്താ പറയുക എന്നിങ്ങനെ ആലോചന ചോദിച്ചു വരിക. ഞാനിവിടെ കയറുന്നവരെ എനിക്കൊരു രൂപവും കിട്ടിയില്ല. പക്ഷെ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇരിപ്പുണ്ട്, എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകം കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ അറിയാവുന്നതാണ് എല്ലാവരും വ്യവസായികളാണ് അല്ലേ എന്ന് പറഞ്ഞു. അതെ, അതൊന്നും അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് അറിയാം. ചിലരൊക്കെ സുവിശേഷമൊക്കെ അറിയിക്കാൻ പോകുന്നുണ്ട് അല്ലേ? പോകുന്നുണ്ട്. അപ്പോൾ വചനം അനുസരിച്ച് തന്നെ ജീവിക്കുന്നതാണ് അല്ലേ? ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വ്യവസായത്തിലെ, നിങ്ങളുടെ കച്ചവടത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു തരികിട പണിയെങ്കിലും നടത്തിയില്ലെങ്കിൽ ലാഭം കിട്ടത്തില്ല. നടത്താതെ കച്ചവടത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലില്ലേ? എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞു ഉണ്ട്. എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞു ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഈ വേദപുസ്തകം ഇനി കൈകൊണ്ട് തൊട്ടു പോരുത് കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞത്, ഈ വേദപുസ്തകം ഇനി കൈകൊണ്ട് തൊട്ടു പോരുത്. എടാ, ഇത് കൈകൊണ്ട് എടുത്ത കൈകൊണ്ട് അല്ലടെ എടുക്കണത്, ഇത് ഹൃദയം കൊണ്ടാണ് എടുക്കുന്നത് അല്ലേ? ആണാ? പറ. ഇത് ഹൃദയം കൊണ്ടാണ്. ഇതെടുത്താൽ
ഇതിൻ്റെ വിപരീതമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടുന്ന വിധത്തിൽ എടുക്കണം. വേണ്ടേ? എടുക്കേണ്ടുന്ന വിധത്തിൽ എടുക്കണം. അതാണ് ഞാൻ നിങ്ങളോട് അല്പം മുമ്പ് പറഞ്ഞത്. നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഓരോ അധ്യായങ്ങളും നിങ്ങൾ വായിച്ചു വിടുമ്പോൾ ആ അക്ഷരങ്ങൾക്ക് പിറകിൽ എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി തുടിക്കുന്ന നിങ്ങളുടെ കർത്താവിൻ്റെ ഹൃദയത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയണം. 29:13 ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. ആരാ പറഞ്ഞേ? പറ, ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുക അല്ലേ? എന്താ പറഞ്ഞേ? പൂർണ്ണ ഹൃദയത്തോടെ ആര് ദൈവത്തെ അന്വേഷിച്ചാലും അവർക്ക് ദൈവത്തെ കാണാൻ കഴിയും എന്നല്ലേ പറഞ്ഞത്? ആണോ? ദൈവം പറഞ്ഞാൽ മാറ്റമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ രണ്ടും കുരിശാകൃതിയിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവ് അരുളിച്ചെയ്തത് പൂർണ്ണ ഹൃദയത്തോടെ തന്നെ തേടുന്നവരുടെ മുമ്പിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമെന്ന. സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ മുമ്പിൽ വരാതിരുന്നിട്ടല്ല, കർത്താവ് നമ്മളെ തൊടാതിരുന്നിട്ടല്ല, കർത്താവ് നമ്മളെ ഇറങ്ങി വരാതിരുന്നിട്ടുമല്ല. എത്രയോ തവണ കർത്താവ് നമുക്ക് അഭിമുഖമായി വന്നു, പക്ഷെ അത് കർത്താവാണെന്ന് നാം തിരിച്ചറിഞ്ഞില്ല. എത്രയോ തവണ കർത്താവ് നമ്മളെ മുട്ടിയുരുമിപ്പോയി, അതും കർത്താവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. എത്രയോ തവണ കർത്താവ് നമ്മളോട് സംസാരിച്ചു, അതും ഈ ലോകത്തിൻ്റെ ശബ്ദമുഖരിതമായ ആരവങ്ങൾക്കിടയിൽ ആ ദൈവസ്വരവും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുക, ഈശോയെ, എനിക്ക് അങ്ങയുടെ നിറവാർന്ന സാന്നിധ്യം അനുഭവിക്കണം. ഈശോയെ, എത്രയോ കാലമായി ഞാൻ ഈ നാമം ഉരുവിടുന്നു. ഈശോയെ, ഒരുപാട് കുറവുകളുള്ള വ്യക്തിയാണ് ഞാൻ. സോളമൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവെ, ഞങ്ങൾ പാപികളാണെങ്കിലും അവിടുന്ന് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്നറിയുന്നതിനാൽ ഞങ്ങൾ മേലിൽ പാപം ചെയ്യുകയില്ല. അതെ, കർത്താവിൻ്റെ സ്വന്തമാണ് നമ്മൾ. കർത്താവ് നമ്മളെ അവിടുത്തെ മാത്രം സ്വന്തമായി കാണുന്നവരാണ്. അതെ കർത്താവെ, ഞങ്ങൾ പാപികളാണെങ്കിലും അവിടുന്ന് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുകയാൽ ഞങ്ങൾ പാപം ചെയ്യുന്നില്ല. ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നവരാണ്. യോഹന്നാൻ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. ഇനി അഥവാ നമ്മളിൽ ആരെങ്കിലും പാപം ചെയ്തു പോകാനിടയായാൽ നമുക്കായി ദൈവസന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയ, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാതെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിലുണ്ടാകട്ടെ. ഇനിമേൽ പാപം ചെയ്യാതെ ജീവിക്കണം എന്നൊരാഗ്രഹവും നമ്മുടെ ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിന്ന് ഇങ്ങനെ ആഴപ്പെട്ട ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ, അടുത്ത നിമിഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറും. ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്.
നിങ്ങളിൽ വസിക്കുന്ന ദൈവരത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ല. യെസ് ലോർഡ്. Now we are realizing we are gone through the conviction. Our body, no, my body is the temple of God. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടാം. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. കരങ്ങൾ ഉയർത്തി അടിച്ച് അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. സന്തോഷത്തോടെ കർത്താവിൻ്റെ സവിധത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കൃപാപൂർണമായ സാന്നിധ്യത്തിനായി ദാഹിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. സ്വരത്തിൽ പാടാം. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന. കരങ്ങൾ ഉയർത്തി. ആരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവേ, നവമായ അഭിഷേകമായ എഴുന്നള്ളി വരണമേ. എല്ലാ ഹൃദയങ്ങളെയും നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. എല്ലാവരും സ്വരത്തിൽ പാടാം. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന. കരങ്ങളടിച്ച് കരങ്ങൾ ഉയർത്തി അടിക്കാം. രക്ഷകനേശുനാഥാ, കാരുണ്യ സ്നേഹം നിറച്ചു നീ ഞങ്ങളെ ശുദ്ധീകരിച്ചിടണേ. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ രക്ഷകനേശുനാഥാ, കാരുണ്യ സ്നേഹം നിറച്ചു നീ ഞങ്ങളെ ശുദ്ധീകരിച്ചിടണേ. ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന.
കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും നല്ല സ്വരത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോയിലേക്ക് ഉറ്റുനോക്കി 2 കരങ്ങൾ ഉയർത്തി എല്ലാ ശക്തിയും എടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘമായി കർത്താവിനെ സ്തുതിക്കുക. ഏറെ നേരം കർത്താവിനെ സ്തുതിക്കുക. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവ് നമ്മുടെ എല്ലാവരിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ എല്ലാവരിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തരുന്ന കർത്താവ്. എല്ലാവരും നല്ല സ്വരം ഉയർത്തി സ്തുതിക്കണമേ. സ്വരം ഉയർത്തി സ്തുതിക്കണമേ. നമ്മുടെ കർത്താവിനെ ഇടിമുഴക്കത്തിന്റെ നാദം പോലെ സ്തുതിക്ക്. പെരുവെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെ സ്തുതിക്ക്. വലിയ ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ, വെളിപാട് പുസ്തകം പറയുന്നത് പോലെ സ്തുതിക്ക്. പ്രഭാഷകൻ പറയുന്നത് പോലെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സ്തുതിക്ക്. സർവശക്തിയോടും കൂടെ, മടുത്തു പോകാതെ, തളർന്നു പോകാതെ, അതരങ്ങൾ തുറന്ന് നാവുകളെ സ്വതന്ത്രമാക്കി കർത്താവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ കരങ്ങളടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അനങ്ങി കാൽപാദങ്ങളൊക്കെ ഒന്ന് അനക്കി വെച്ച് യേശുവിനെ ക്രൂശിൽ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. സ്തുതിച്ചിടാം. യേശുവിനെ ക്രൂശിൽ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. യേശുവിനെ അധികാരമുള്ളവനെ. യേശുവിനെ ക്രൂശിൽ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ വിശ്വസിക്കാം യേശുവിനെ രക്ഷകനെ. ആമേൻ. ഏറ്റുപറയാം യേശുവിനെ കർത്താവേ, കർത്താവേ. ഗ്ലോറി, ഗ്ലോറി. വിശ്വസിക്കാം യേശുവിനെ രക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ കർത്താവേ, കർത്താവിനെ. കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. ദൈവത്തെയാണിനെ ആരാധിക്കുന്നവനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. ദൈവത്തെയാണിനെ ആരാധിക്കുന്നവനെ. ഈശോയെ, എന്നെ ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ നിന്റെ സൗജന്യമായ കൃപയെ വർഷിക്കണമേ. ഇവരെല്ലാം ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് നിന്റെ കൃപയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. ആമേൻ. ഗ്ലോറി. യേശുവിനെ ഏറ്റവും പ്രിയനായുനേ. സേവിച്ചിടാം യേശുവിനെ. സേവിച്ചിടാം
നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ, നിലവിളിച്ചു പ്രാർത്ഥിക്കാൻ. ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ കർത്താവേ, ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ കർത്താവേ, ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ കർത്താവേ. കർത്താവേ, വചനം സ്വീകരിക്കാൻ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ, ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ, ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണേ. അഭിഷേകമായി വർഷിക്കട്ടെ. ഓ ഗ്ലോറി ഗ്ലോറി മാ ഹരിയാന ഹരിയ അനയേൽന റഫനാല അനയേൽന റഫനാല അനയേൽന റഫനാല മാ ധീരർക്കു കേൾവിയുമായി സൗഖ്യം നൽകും കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നാമം. അടിമകൾക്ക് സ്വാതന്ത്ര്യവുമായി, ദരിദ്രന് സുവിശേഷവുമായി, കരയുന്നവരുടെ കണ്ണീരൊപ്പം കരുണ നിറഞ്ഞ കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതികൾ വരട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിക്കട്ടെ, സ്തുതിച്ചുകൊണ്ട് അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കട്ടെ. പാപികൾക്കു പരിഹാരവുമായി, മുറിവേറ്റവർക്ക് സാന്ത്വനമായി, രോഗങ്ങൾ നീക്കിടുവാൻ ക്രൂശിതനായ കർത്താവേ. പാപികൾക്ക് പരിഹാരവുമായി, മുറിവേറ്റവർക്ക് സാന്ത്വനമായി, രോഗങ്ങൾ നീക്കിടുവാൻ ക്രൂശിതനായ കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നാമം. സാത്താനെ തോൽപ്പിച്ച് ലോകത്തിൽ അനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്ത അനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ,
എല്ലാവരും കരങ്ങളടിച്ച് ഈണത്തിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാ ശക്തിയും എടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ. യേശുവേ, ആരാധന ആരാധന ആരാധന. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാവന റൂഹായെ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന 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 ആരാധന. മനം നുറങ്ങി വിളിക്കട്ടെ യേശുവേ. ഹൃദയം കലങ്ങി വിളിക്കട്ടെ യേശുവേ. ആത്മാവിൽ ദാഹിച്ചു വിളിക്കട്ടെ പരിശുദ്ധ റൂഹായേ. പ്രിയപ്പെട്ടവരെ, ആരാധന സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന നിഖിൽ തോമസ് എന്ന മകനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, ആ പ്രിയപ്പെട്ട മകന് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും പ്രാർത്ഥിക്കട്ടെ. നിഖിൽ തോമസിന്റെ മകനെ പ്രത്യേകമായിട്ട് ദീപികാനത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് തെളിയിക്കുന്ന പോലെ 14 വർഷം കാത്തിരുന്നുണ്ടായ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് വയലാറ്റ് കുടുംബം പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് 14 വർഷമായി ലഭിച്ച ആ കുഞ്ഞിന്റെ മാമോദിസയാണ്. ജൂഡ് എന്ന കുഞ്ഞിന്റെ മാമോദിസ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി ചാക്കോ എന്ന മകള് അനുദിനം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്ന മകൾ തൻ്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. ഫിലോമിന എന്ന മകള് രോഗിയായിട്ട് ഹോസ്പിറ്റലിലാണ്. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അജീഷ് എന്ന മകൻ ഹൃദയ സംബന്ധമായ രോഗപീഠ വാൽവ് മാറ്റൽ ശസ്ത്രക്രിയയിലൂടെ താവിൻ്റെ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. താവെ അജീഷിനെ പ്രത്യേകമായിട്ട് താവെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കള് ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് കൊണ്ടുവന്നവരാണ്. എല്ലാ മക്കളെയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുദിനം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് ബ്രദറിനെ ഏറ്റവും സ്നേഹത്തോടെ ജെയിംസ് ഫെർണാണ്ടസ് ബ്രദറിനെ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കാം. നമുക്ക് വേണ്ടി നമ്മുടെ ഇടവകയിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹത്തോടെ ഏറ്റവും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. താവെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് നിന്റെ പരിശുദ്ധമായ ആശീർവാദത്തിനായി ഞങ്ങളെ തന്നെ ഒരുക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമുറപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ നേരെ കരമുയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അന്തയാചകന്റെ നിലവിളിക്ക് മുമ്പിൽ ഈശോ നിന്നതുപോലെ കരങ്ങൾ ഉയർത്തി വിളിച്ചേ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ മഹത്വം ഇവിടെ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം നിറയാൻ പ്രാർത്ഥിക്കട്ടെ. ഈശോ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും